ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ലേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ ടു കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് ദെൻ ബാലൻസ് ദം. അതിൽ എ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, hydrogen gas combines with nitrogen to form ammonia. B, hydrogen sulfide gas burns in air to give water and sulfur dioxide. C, barium chloride reacts with aluminum sulfate to give aluminum chloride and precipitate of barium sulfate. അതിൽ D question, potassium metal reacts with water to give potassium hydroxide and hydrogen gas. ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻസ് വിത്ത് നൈട്രജൻ ടു ഫോം അമോണിയ. ഹൈഡ്രജൻ ഗ്യാസ് കമ്പൈൻസ് വിത്ത് നൈട്രജൻ. അപ്പോൾ എൻ്റെ ബാലൻസ്ഡ് ഇക്വേഷൻ ഗ്യാസ് ആണ് പ്ലസ് ഹൈഡ്രജൻ 3,2NH3. ഇതാണ് കെമിക്കൽ ഇക്വേഷൻ. ഇത് ബാലൻസ്ഡ് ആണെന്ന് നോക്കാം. N2 ആണ് നൈട്രജൻ, ഇവിടെ 2N വന്നിട്ടുണ്ട്. അപ്പോൾ നൈട്രജൻ ബാലൻസ്ഡ് ആണ്. 3H2, അപ്പോൾ 2 × 3 6 ഹൈഡ്രജൻ വേണം. ഇവിടെ H3 ആണ്, 3 × 2 6. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഇനി ഇതിലെ ബി, ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ബേൺസ് ഇൻ എയർ ടു ഗിവ് വാട്ടർ ആൻഡ് സൾഫർ ഡയോക്സൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ് 2H2S plus 3O2. സൾഫർ ഡയോക്സൈഡ് ആൻഡ് വാട്ടർ കിട്ടണം. 2H2O വാട്ടറായി 2SO2 സൾഫർ ഡയോക്സൈഡ്. നമുക്ക് ബാലൻസ് ആണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയും 2H2 ആണ്. അപ്പോൾ ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. ഇനി 2S ആണ്, ഇവിടെ 2S ഉണ്ട്. ഓക്സിജൻ 3O2 ആണ്. അപ്പോൾ ഇവിടെ 2O ഉണ്ട്, ഇപ്പോൾ 2 എണ്ണമായി. ഇനി ഇവിടെ 2O2 ഉണ്ട്, ഇപ്പോൾ ഇവിടെ 4 2 6. അപ്പോൾ ഹൈഡ്രജനും സൾഫറും ഓക്സിജനും എല്ലാം ബാലൻസ്ഡ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ബേരിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് അലൂമിനിയം സൾഫേറ്റ് ടു ഗിവ് അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് എ precipitate ഓഫ് ബേരിയം സൾഫേറ്റ്. ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് Al2SO4 BaSO4 Cl3. ഇത് ബാലൻസ്ഡ് അല്ല, സാധനങ്ങളെല്ലാം എഴുതി വെച്ചു. നമുക്ക് ബാലൻസ് ചെയ്യാൻ 3BaCl2 പ്ലസ് Al2SO4 3BaSO4 പ്ലസ് 2AlCl3. ഇനി ചെക്ക് ചെയ്യാം. 3Ba, ഇവിടെയും 3Ba ആണ്. ബേരിയം ബാലൻസ്ഡ് ആണ്. Cl2 3Cl2 ഉണ്ട്, 2Cl3 ആണ്. 3Cl2 അതായത് 3 × 2 6. ഇവിടെ 2 × 3 6. ക്ലോറിനും ഓക്കെ ആണ്. ഇനി Al2, ഇവിടെ 2Al ആണ്, അതും ബാലൻസ്ഡ് ആണ്. പിന്നെ SO4 ഇവിടെ 3 ആണ്, ഇവിടെ 3SO4 ഉണ്ട്, അപ്പോൾ അതും ബാലൻസ്ഡ് ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, പൊട്ടാസ്യം മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗിവ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. അപ്പോൾ പൊട്ടാസ്യം മെറ്റൽ 2K റിയാക്ട് വിത്ത് വാട്ടർ ആണ്. അപ്പോൾ 2H2O ഗിവ്സ് KOH, ബാലൻസ് ആയിട്ടില്ല, പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് H2. ഇവിടെ 2K ഉണ്ട്, ഇവിടെ K ഒന്നേ ഉള്ളൂ, നമുക്കിവിടെ 2KOH നോക്കാം. അപ്പോൾ 2K പൊട്ടാസ്യം ബാലൻസ്ഡ് ആയി. 2H2O, അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ 2H2 ഉണ്ട്, ഇവിടെ ഒരു H2 ഉണ്ട്, പക്ഷേ ഇവിടെ അപ്പോൾ 2H ഉണ്ട്. അപ്പോൾ ഇവിടെ 2ഉം ഇവിടെ 2ഉം 4, 2 × 2 4. ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണ്. ഇവിടെ 2O, ഇവിടെയും 2O ഉണ്ട്. ഓക്സിജനും ബാലൻസ്ഡ് ആണ്. അപ്പോൾ 2K plus 2H2O gives 2KOH plus H2.
അപ്പോൾ ABCD നാലെണ്ണത്തിൻ്റെയും ഇക്വേഷൻ എഴുതി അത് ബാലൻസ് ചെയ്തു. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനി ഇതിലെ 6th ക്വസ്റ്റ്യൻ, ബാലൻസ് ദ ഫോളോവിങ് കെമിക്കൽ ഇക്വേഷൻസ്. HNO3 plus CaOH twice gives CaNO3 twice plus H2O. Now the NaOH plus H2SO4 gives Na2SO4 plus H2O. C question, NaCl plus AgNO3 gives AgCl plus NaNO3. D question, BaCl2 plus H2SO4 gives BaSO4 plus HCl. നമുക്കിത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കി ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യണം. HNO3 പ്ലസ് CaOH, CaNO3 രണ്ട് പ്രാവശ്യമുണ്ട്, പ്ലസ് H2O. H നോക്കാം, ഇവിടെ ഒരു H ഉള്ളൂ, ഇവിടെ OH ഉണ്ട് രണ്ട് പ്രാവശ്യം, ഇവിടെ H2 ഉണ്ട്, ഇവിടെ H ഇല്ല. നമുക്കിത് ബാലൻസ് ചെയ്ത് എഴുതാം. HNO3 OH2 NO3 അത് രണ്ട് പ്രാവശ്യം, ഇവിടെ H ആണ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റായിരുന്നത്, പ്ലസ് 2H2O. ഇനി ചെക്ക് ചെയ്ത് നോക്കാം. 2H H2 ഉണ്ട് ഇവിടെ 4H വേണം. പ്രൊഡക്റ്റിന് സൈഡിൽ 2 × H2, H കറക്റ്റാണ്. NO3 ഒരുമിച്ചെടുത്താൽ, N എടുത്താൽ N ഇവിടെ രണ്ട് പ്രാവശ്യം, ഇവിടെ N × 2, അല്ലെങ്കിൽ NO3 എടുത്താലും അത് രണ്ട് പ്രാവശ്യം. പിന്നെ Ca, ഇവിടെ Ca 1 കറക്റ്റാണ്. പിന്നെ ഇവിടെ OH, H നമ്മൾ നേരത്തെ പരിഗണിച്ചപ്പോൾ O എന്ന് എടുത്താലും മതി. അപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം, ഇവിടെ 2O ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. നമ്മൾ NOനെ ഒരുമിച്ചാണ് പരിഗണിച്ചപ്പോൾ അവിടെയും ബാലൻസ്ഡ് ആണ്. അപ്പോൾ അടുത്തത് B, NaOH plus H2SO4 gives Na2SO4 plus H2O. ഇവിടെ Na ഉണ്ട്, ഇവിടെ Na2 ഉണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ബാലൻസ്ഡ് അല്ല. ആദ്യം നമുക്ക് ഇതിനെ 2 NaOH ആക്കി മാറ്റാം. NaOH plus H2SO4 gives Na2SO4 plus ഇവിടെ H2O ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ NaOHനെ നമ്മൾ 2 NaOH ആക്കിയപ്പോൾ ഓയിലും Hലും മാറ്റം വന്നിട്ടുണ്ട്. നമുക്കിവിടെ 2H2O കൊടുക്കാം, എന്നിട്ട് ബാലൻസ് ഇനി ശരിയാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ ഇവിടെ 2 NaOH, 2 Na, ഇവിടെ Na2, ഇത് ബാലൻസ്ഡ് ആണ്. ഇനി ഓക്സിജൻ തന്നെ എടുത്താൽ ഇവിടെ 1 × 2, രണ്ടും, ഇവിടെ SO4 4, 4 രണ്ടും 6 എണ്ണം വേണം, ഇവിടെ 4, ഇവിടെ 2. അപ്പോൾ ഓക്സിജൻ ശരിയാണ്. ഇനി ഹൈഡ്രജൻ നോക്കിയാൽ ഇവിടെ 2, 2 4, ഇവിടെ 2 × 2 4. ഇനി എസ് മാത്രമായിട്ട് നോക്കിയാൽ ഇവിടെ ഒരു എസ്, ഇവിടെ ഒരു എസ്. SO4 ആയിട്ട് നോക്കിയാലും കുഴപ്പമില്ല. ഓരോന്നും പ്രത്യേകം എടുത്ത് നോക്കിയാലും റിയാക്ടൻറ്റ് സൈഡിലും പ്രൊഡക്റ്റിൻ സൈഡിലും എലമെൻറ്റ്സിൻ്റെ ആറ്റത്തിൻ്റെ എണ്ണം ഈക്വൽ ആണ്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്. NaCl plus AgNO3 gives AgCl plus NaNO3. ഇവിടെ പ്രശ്നമില്ല, ഇവിടെയും Na പ്രശ്നമില്ല. Cl, ഇവിടെ ഒരു Cl ആണ്, ഇവിടെ ഒരു Cl ആണ്. Ag, ഇവിടെ ഒരു Ag, ഇവിടെ ഒരു Ag, ഇവിടെ ഒരു N, ഇവിടെ ഒരു N, ഇവിടെ O3, ഇവിടെ O3. AgNO3 gives plus NaNO3. ഇക്വേഷൻ ഓൾറെഡി ബാലൻസ്ഡ് ആണ്. D question, BaCl2 plus H2SO4 gives BaSO4 plus HCl. ഇവിടെ BaCl2, Ba കറക്റ്റ് ആണ്, ഇവിടെ Ba. Cl2 ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെ ഒരു HCl ഒരു Cl ഉള്ളൂ. ഇവിടെയുണ്ട്, പക്ഷേ ഇവിടെ ഒരു HA ഉള്ളൂ. SO4 ഇവിടെ 1, ഇവിടെ 1, അതിന് കുഴപ്പമില്ല. അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും നമുക്ക് മാറ്റം വരുത്തണം. അപ്പോൾ BaCl2 plus H2SO4 gives SO4 2HCl. HCl 2 ആയി വന്നാൽ 2 ആയാൽ നമുക്കിവിടെ 2Hഉം Cl2 ഉണ്ട്. Cl2 ആണ്, അപ്പോൾ Cl2ഉം H2 ആണ്. അപ്പോൾ 2HCl വരുമ്പോൾ അത് ബാലൻസ് ആവും. അപ്പോൾ BaCl2 plus H2SO4 gives BaSO4 plus 2HCl. 4 ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു.
The seventh question, write the balanced chemical equations for the following reactions. Calcium hydroxide plus carbon dioxide gives calcium carbonate plus water. B. Zinc plus silver nitrate gives zinc nitrate plus silver. C. Aluminium plus copper chloride gives aluminium chloride plus copper. D. Barium chloride plus potassium sulfate gives barium sulfate plus potassium chloride. ഓരോന്നും ഇക്വേഷൻ എഴുതി നോക്കാം. ഒന്നാമത്തത് എ, കാൽസ്യം ഹൈഡ്രോക്സൈഡ് CaOH hydroxide plus carbon dioxide plus CO2 gives calcium carbonate CaCO3 plus water H2O. ഓക്സിജൻ ഇവിടെ 2, ഇവിടെ 2, 4, ഇവിടെ 3, 1, 4 കാർബൺ. അപ്പോൾ ഈക്വേഷൻ ബാലൻസ്ഡ് ആണ്. ഇനി ബി, സിങ്ക് പ്ലസ് സിൽവർ നൈട്രേറ്റ്, സിങ്ക് Zn plus silver nitrate 2AgNO3 gives zinc nitrate plus silver NO3 plus 2Ag zinc 2NO3 ആണ്. ഇവിടെ NO3 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആണ്. സി, അലൂമിനിയം പ്ലസ് കോപ്പർ ക്ലോറൈഡ്, അലൂമിനിയം 2Al പ്ലസ് കോപ്പർ ക്ലോറൈഡ് 3CuCl2 gives 2Al അലൂമിനിയം ക്ലോറൈഡ് പ്ലസ് കോപ്പർ 2Al, ഇവിടെ 2Al 3Cl2 2 into Cl3 ഉണ്ട്. അപ്പോൾ അതും ബാലൻസ്ഡ് ആണ്. ഇനി ഡി, ബേരിയം ക്ലോറൈഡ് പ്ലസ് പൊട്ടാസ്യം സൾഫേറ്റ്, ബേരിയം ക്ലോറൈഡ് BaCl2 പ്ലസ് പൊട്ടാസ്യം സൾഫേറ്റ് ESO4, ബേരിയം സൾഫേറ്റ് BaSO4 പ്ലസ് പൊട്ടാസ്യം ക്ലോറൈഡ് 2KCl, ഇവിടെ BaCl2 ഇവിടെ 2Cl K2 2KSO4 ഇവിടെ SO4. അപ്പോൾ ഇവിടെ ഇക്വേഷൻ ബാലൻസ്ഡ് ആണ്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 8ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ അടുത്ത വീഡിയോയിൽ ചെയ്യാം.